ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൊട്ടിത്തെറിയുണ്ടാക്കുന്നത് ബി ജെ പിയിലാണ് ആദ്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്യസന്നദ്ധത അറിയിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണമാണ് ഉയരുന്നത്. ബി ജെ പിക്ക് അകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നതാണ് കണ്ടുവരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഷിത ജഗത്ത് കൂടിയുണ്ട്. ഷിത, ഈ വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമായി ഒരു ആരോപണം ഉന്നയിച്ചാൽ അതൊരു ഗ്രൂപ്പിസമായി തന്നെ വ്യാഖ്യാനിക്കൂ. കൂടുതൽ വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ വാർത്താ സമ്മേളനത്തിൽ? നിലവിലെ തന്നെ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് അജിംസ്. നേരത്തെ മുൻകാലത്തെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടം മുതൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അവിടെയുള്ള നേതാക്കളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ഗുണമുണ്ടാകും, വോട്ട് വർധന ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്തതാണ്. അതിനിടയിലാണ് സ്ഥാനാർത്ഥി മാറുന്നതും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുന്നതും. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ അവിടെ പ്രചാരണത്തിന് എത്തിയിരുന്നെങ്കിൽ പോലും ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ ബി ജെ പിയിൽ അവിടെ പാലക്കാട് ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് തോൽവിക്ക് പിന്നിൽ ഇത് തന്നെയാണ്, ഈ ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനായിരിക്കും കെ സുരേന്ദ്രന്റെ ശ്രമം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ തലയിൽ ഒരുപക്ഷെ ഈ ഒരു പരാജയം പോകുമെങ്കിൽ ഇപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ, പ്രത്യേകിച്ചും എല്ലാ കോണിൽ നിന്നും കെ സുരേന്ദ്രനെതിരെ ആരോപണം ഉയരുന്നു, പരാതി ഉയർന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്റെ തലയിൽ നിന്ന് ഈ കുറ്റം മാറ്റുക എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇന്നുണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ സുരേന്ദ്രനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ മറുപടി ഇല്ല എന്നുള്ളത് അറിയിച്ചു എന്നുള്ള ഒരു അവകാശവാദമാണ് സുരേന്ദ്രൻ പക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയൊരു തന്നെയാണ് നോക്കുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ സുരേന്ദ്രൻ ഇന്ന് നേരിടേണ്ടി വരികയും ചെയ്യും. ഒപ്പം വയനാട് ഉൾപ്പെടെ നിർണയത്തിൽ ഉണ്ടായിരിക്കും പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രവർത്തകർക്കെല്ലാം ഇടയിൽ തന്നെ താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥികളെ വെക്കാതെ വയനാട്ടിലും പാലക്കാടും ഗ്രൂപ്പ് പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിൽ ഒരു വിജയം എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് അതിൽ കേന്ദ്ര ഫണ്ട് ഒരു പ്രവർത്തനം ബി ജെ പി പ്രവർത്തനം നിന്നു. എറണാകുളത്ത് നടക്കുന്ന ബി ജെ പിയുടെ നേതൃയോഗത്തിൽ ഇതെല്ലാം തന്നെ വിശദമായി ചർച്ചയ്ക്ക് വരിക, പ്രത്യാരോപണങ്ങൾ ഉയരുകയിരിക്കുന്നത്. അജിംസ്, ഈ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ കോഴിക്കോട്ടുകാരിയാണ്. നവ്യ ഹരിദാസിന്റെ പേര് ആദ്യഘട്ടത്തിലൊന്നും തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു നേതാവ് വേണമെന്നുള്ള ഒരു അഭിപ്രായം വയനാട്ടിലെ ബി ജെ പി പ്രവർത്തകരിൽ നിന്ന്, ബി ജെ പി നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഖുഷ്ബു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായി തന്നെ ഖുഷ്ബു ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് നവ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറാണ്, ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പറ്റിയിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അതിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ 2024 മത്സരിക്കുമ്പോൾ നേടിയിരുന്ന 1,44,000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ആ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. 1,00,000-ലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വോട്ടിൽ ബി ജെ പിക്ക് കുറവുണ്ടായിട്ടുണ്ട്. ബി ജെ പിയുടെ വോട്ട് വീതം കൂട്ടുന്നതിന് പകരം ഒരു കുറവുണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്